അസ്സലാമു അലൈക്കും. അണ്ടിപ്പരിപ്പ് സുരക്ഷിതമായി അലമാരിയിൽ കൊണ്ടുവച്ച് നബീസു രണ്ടാമത്തെ മകൻ റസാക്കിൻ്റെ വീട്ടിലേക്ക് നടന്നു. വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ അകത്തു നിന്നും പതിഞ്ഞ സ്വരത്തിലുള്ള ഖുർആൻ പാരായണം കേട്ടു. ഉമ്മയെ കണ്ടപ്പോൾ ലൈല പുഞ്ചിരിയോടെ ഉമ്മയെ നോക്കി. അവളെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി നബീസു അടുക്കളയിൽ ചെന്ന് നോക്കി. രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവരുടെ സ്വഭാവം വെച്ച് എന്തെങ്കിലും പറയേണ്ടതാണ്. എന്നാൽ സെലീനയെ പോലെയല്ല ലൈല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുറന്നു പറയും. അക്കാര്യത്തിൽ നബീസുവിന് അവളെ പേടിയാണ്. ഉമ്മ പറയുന്ന വേണ്ടാത്തരങ്ങൾക്കൊന്നും ലൈല അങ്ങനെ ചെവി കൊടുക്കാറില്ല. ഇന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ മോളെ? ഉമ്മയുടെ ചോദ്യം കേട്ട് ലൈല ഓത്തു നിർത്തി. മാവിരിപ്പുണ്ട്, ഗ്യാസ് അടുപ്പിൽ വെച്ച് 4 ദോശ ചുട്ടാൽ പോരെ. മക്കൾക്കൊക്കെ ചൂട് ദോശയാണ് ഇഷ്ടം. അവരെ 8 മണിക്ക് ചായ കുടിക്കും. ശരിയെന്നും പറഞ്ഞ് നബീസു പതിയെ ഇറങ്ങി നടന്നു. നീ ഇന്നൊരു കാലത്തും ഗുണം പിടിക്കില്ലെന്ന് പ്രാഗിക്കൊണ്ടായിരുന്നു ആ പോക്ക്. ആ പോക്ക് കണ്ട് ലൈല ഉള്ളി ചിരിച്ചു. ഉപ്പച്ചി എന്താ നമ്മളെ വിളിക്കാത്തത്? വഫമോൾ സനമോളോട് ചോദിക്കുന്നത് സാബിയും കേൾക്കുന്നുണ്ടായിരുന്നു. അടുക്കളയിൽ ഉമ്മയുടെ കൂടെ തന്നെയായിരുന്നു 2 പേരും. അറിയില്ല എന്ന് സന വഫിയോട് പറയുന്നത് സാബി കേട്ടു. എൻ്റെ ക്ലാസ്സിലെ ഗൾഫിൽ ഉപ്പമാരുള്ള കുറേ കുട്ടികളുണ്ട്. അവരെ ഉപ്പമാർ വീഡിയോ കോൾ വിളിക്കുന്നതൊക്കെ എന്നോട് പറയാറുണ്ട്. നമ്മുടെ ഫോണിലും വീഡിയോ കോളൊക്കെ ഉണ്ടല്ലോ ഉമ്മ. പിന്നെന്താ ഉപ്പ നമ്മളെ വിളിക്കാത്തത്? മക്കളുടെ ചോദ്യം കേട്ട് സാബിക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അവൾ തൻ്റെ മക്കളെ തൻ്റെ ദേഹത്തോട് ചേർത്ത് പിടിച്ചു. ഉപ്പച്ചി വിളിക്കും കേട്ടോ, നിങ്ങൾ വിളിക്കും. ഉമ്മാക്ക് അറിയാം ഉപ്പച്ചി വിളിക്കും. എന്നാ ഉപ്പച്ചി വിളിക്കല്? 2 പേർക്കും അതാണ് അറിയേണ്ടത്. ഉമ്മച്ചി എന്നും പറയാറുണ്ടല്ലോ ഉപ്പച്ചി വിളിക്കുന്ന്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞു ഉമ്മച്ചി. നമ്മളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ നമ്മളെ ഉപ്പച്ചി വിളിക്കാത്തത്? മൂത്താപ്പന്മാരൊക്കെ വിളിക്കാറുണ്ടല്ലോ, അവരും ഗൾഫിൽ തന്നെയാണല്ലോ. ഉപ്പച്ചിക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് വിളിക്കാത്തത് എന്നാണല്ലോ ഇക്കാക്കന്മാർ പറഞ്ഞത്. അതൊക്കെ അവർ വെറുതെ പറയുന്നതാണ് മോളൂ. ഉപ്പച്ചിയുടെ ഫോൺ കേടാതെ കൊണ്ടാണ്. നന്നാക്കിയാൽ ഉടനെ ഉപ്പച്ചി വിളിക്കും. ഉമ്മച്ചി വെറുതെ പറയാണ് ഞങ്ങളോട്. ഇന്നലെ രാത്രി ഉപ്പ ഉമ്മമ്മയോട് ഫോണിൽ സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടതാണല്ലോ. ഞങ്ങൾ ചീത്ത പറഞ്ഞു ഓടിച്ചു. ഉമ്മച്ചി നുണ പറയാണ്. ഉപ്പച്ചിക്ക് ഞങ്ങളെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെയാണ് വിളിക്കാത്തത്. ഉപ്പച്ചിക്ക് മാത്രമല്ല, ഇവിടെയുള്ള ആർക്കും ഞങ്ങളെ ഇഷ്ടമല്ല. എല്ലാവരും നല്ലോണം വെളുത്തിട്ടാണ്, ഞങ്ങൾ രണ്ടാളും കറുത്തിട്ടും. കറുത്ത കുട്ടികളെ ഇഷ്ടമില്ലെന്ന് വല്യമ്മ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഉമ്മച്ചി. അതുകൂടി കേട്ടതോടെ സാബിക്ക് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. മക്കളൊക്കെ ചെറുതാണെങ്കിലും അവർക്ക് എല്ലാം അറിയാം. നല്ല ബുദ്ധിയുള്ള മക്കളാണ്. ഇവിടെ നടക്കുന്നതും പറയുന്നതും അവർ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികൾ ആയതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടാവും. സാബി ഒന്നും മിണ്ടാതെ തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചു. അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഉമ്മയുടെ ശബ്ദം അവൾ കേട്ടത്. കുട്ടികളും ആ ശബ്ദം കേട്ടു. 3 പേരും പേടിയോടെ പെട്ടെന്ന് അകന്നു മാറി. അല്ല, 3നും കൂടി ഇപ്പോൾ ഇവിടെ എന്താ പരിപാടി? നബീസുവിൻ്റെ ചോദ്യത്തിന് ആരും മറുപടി പറഞ്ഞില്ല. നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പുറത്തു പോയി കളിച്ചൂടെ? ഏത് നേരവും ഉമ്മാൻ്റെ ഒപ്പം തന്നെയായിരിക്കും. വെറുതെ ഇല്ല ഇവിടെ ബേക്കറിയും പലഹാരങ്ങളും ഒന്ന് കാണാത്തത്. ഇവർ ബേക്കറിയൊന്നും അങ്ങനെ എടുത്ത് തിന്നില്ല ഉമ്മ. ഉമ്മയുടെ വാക്കുകൾ കേട്ട് സാബി പറഞ്ഞു. ഓ പിന്നെ, ഇവിടെയുള്ള ബേക്കറി പിന്നെ മുഴുവനും പെരിച്ചായാണോ തിന്നുന്നത്? അതിന് സാബിക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴും 4 മണിക്ക് ചായയുടെ കൂടെ അല്പം മിച്ചറോ ചിപ്സോ കൊടുത്താലായി. അതും നല്ലതുപോലെ തണുത്താൽ മാത്രമാണ് കുട്ടികൾക്ക് കൊടുക്കുക. അതുവരെ ഉമ്മ തന്നെയാണത് സൂക്ഷിച്ചു വെക്കാറുള്ളത്. തൻ്റെ മക്കളോ താനോ ബേക്കറി വെച്ച റാക്കിൻ്റെ അടുത്തേക്ക് പോലും പോകാറില്ല. വിരുന്നുകാർ വന്നാൽ ഉമ്മ തന്നെയാണ് എല്ലാം എടുത്തു തരിക. ഉമ്മാക്ക് ഇഷ്ടമുള്ളവർ വന്നാൽ ചായയും ബേക്കറിയൊക്കെ കൊടുക്കും. വലിയ താല്പര്യമില്ലാത്തവരാണെങ്കിൽ കട്ടൻ ചായ പോലും കൊടുക്കുന്നത് ഉമ്മാക്ക് ഇഷ്ടമല്ല. ഉപ്പയുടെ ബന്ധുക്കൾ ഉമ്മയുടെ ശരിക്കുള്ള സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ ചായ കുടിക്കാനൊന്നും നിൽക്കാറില്ല. ഉമ്മയുടെ ബന്ധുക്കളാണെങ്കിൽ ചായ കൊടുക്കാതെ ഉമ്മ വിടാറുമില്ല. ഓ, എന്ത് ചോദിച്ചാലും ഒരു മറുപടി ഉണ്ടാവില്ല കാക്കച്ചു കുട്ടികൾ. ഉമ്മയുടെ വാക്കുകൾ സാബിക്ക് ശരിക്കും വിഷമം ഉണ്ടാക്കി. താനല്പം കറുത്തിട്ടാണെന്ന് സാബിക്കറിയാം. അങ്ങനെ കറുപ്പ് എന്നൊന്നും പറഞ്ഞുകൂടാ, ഇരുനിറം എന്ന് പറയേണ്ടി വരും. തൻ്റെ മക്കളും അങ്ങനെ തന്നെയാണ്. തങ്ങളുടെ 3 പേരുടെയും നിറത്തെയാണ് ഉമ്മ കളിയാക്കുന്നത്. കാക്കച്ചു കുട്ടികളെന്ന് പലപ്പോഴും തൻ്റെ മക്കളെ ഉമ്മ വിശേഷിപ്പിക്കാറുണ്ട്.
സാബി കേൾക്കാറുണ്ട്. ആദ്യമൊക്കെ അവൾ ഉമ്മയുടെ അതിൻ്റെ പേര് തർക്കിക്കാറുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ച ഉമ്മ പിന്നെ അതും പറഞ്ഞ് കലഹിക്കുമായിരുന്നു. പിന്നെ ഉമ്മാക്കൊരു ലൈസൻസ് ഉണ്ടാവില്ല. കുറേ സമയം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. മിണ്ടാതെ കേട്ടിരുന്നാൽ ഒന്നും പറയില്ല എന്ന് മനസ്സിലാകുമ്പോൾ പതുക്കെ തിരിച്ചു പോകും. ഡിഗ്രി 1-ാം വർഷം പഠിക്കുമ്പോഴായിരുന്നു കല്യാണം. കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ പഠിക്കാൻ വിടണമെന്ന് മാത്രമായിരുന്നു തൻ്റെ ഡിമാൻഡ്. ഇക്ക അത് സമ്മതിച്ചതുമാണ്. എന്നാൽ കല്യാണം കഴിഞ്ഞ ഉടനെ ഇക്ക കാലുമാറി. ഉമ്മ സമ്മതിക്കില്ല എന്നായിരുന്നു അതിന് കാരണമായി പറഞ്ഞത്. ആദ്യമൊക്കെ നല്ല വിഷമം തോന്നിയെങ്കിലും പിന്നീട് അത് മാറി. പഠിക്കാത്തത് ബുദ്ധിമുട്ടായി എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. പഠിച്ചൊരു ചെറിയ ജോലിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മ തൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറില്ല. അവൾക്ക് അത് ഉറപ്പാണ്. നല്ല സാമ്പത്തികമുള്ളവരെയും പഠിപ്പുള്ളവരെയും ഉമ്മാക്ക് പേടിയാണ്. ഉമ്മയുടെ ആങ്ങളുടെ മരുമകൾ ടീച്ചറാണ്. ഉമ്മ ഒരു ദിവസം അവിടെ പോയപ്പോൾ അവളെ ഒന്ന് പാഠം പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അന്ന് അവൾ ഉമ്മാക്ക് വയറ് നിറയെ കൊടുത്താണ് അവൾ വിട്ടത്. അതിനുശേഷം അവളുടെ കാര്യം പറയുമ്പോൾ ഉമ്മ ഒന്നും പറയാറില്ല. നിങ്ങളെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി എന്നാണ് അവൾ അന്ന് ഉമ്മയോട് പറഞ്ഞത്. ഉമ്മയുടെ ആങ്ങള മരുമോൾക്ക് പൂർണ്ണ സപ്പോർട്ടായിരുന്നു. തൻ്റെ പെങ്ങള് കുടുംബം കലക്കാൻ വരുന്നതാണെന്ന് അയാൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ 3 വീട്ടിലേക്കും ഒരേപോലെ സാധനങ്ങൾ കൊണ്ടുവരും. ഉമ്മയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ അദ്ദേഹം മക്കൾക്ക് കൊടുക്കാറുണ്ട്. ഉമ്മ അതിന് എതിരൊന്നും പറയാറില്ല. പറഞ്ഞാൽ അദ്ദേഹം ഉമ്മയെയും ചീത്ത പറയും. സ്കൂൾ അധ്യാപകനായി വിരമിച്ചത് കാരണം അദ്ദേഹത്തിന് നല്ല നീതിബോധമുണ്ട്. ഉമ്മയുടെ കുടുംബത്തിൽ അല്പമെങ്കിലും മനസ്സാക്ഷിയുള്ളത് അദ്ദേഹത്തിന് മാത്രമാണ്. മറ്റുള്ള ആങ്ങളമാരും ഉമ്മയുടെ സഹോദരിമാരും ഒക്കെ കണക്കാണ്. എല്ലാവരും കൂടി ഒരു വരവുണ്ട്. ആ ദിവസമായിരിക്കും സാബിക്ക് ഏറ്റവും ജോലി കൂടുതൽ. അതിനൊന്നും അവൾക്ക് ഒരു പരിഭവമില്ല. എന്തിനെയൊക്കെ കുറ്റം പറഞ്ഞാലും സാബി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ അവർക്കൊക്കെ നല്ല മതിപ്പാണ്. സാബി വേഗം ഉമ്മാക്കുള്ള കഞ്ഞി വെച്ചു. 10 മണിയാകുമ്പോൾ കഞ്ഞി കിട്ടിയില്ലെങ്കിൽ ഉമ്മ ബഹളമുണ്ടാക്കും. കഞ്ഞിക്ക് കൂട്ടാനായി നേന്ത്രപ്പഴം കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി. കഞ്ഞി കുറച്ചു കൂട്ടാൻ കൂടുതലുമെന്നാണ് ഉമ്മയുടെ സ്റ്റൈല്. പ്രായം ഇത്രയായിട്ടും ഉമ്മയുടെ ഒരു പല്ല് പോലും കേടുവന്നിട്ടില്ല. നല്ല ആരോഗ്യവുമുണ്ട്. അതൊക്കെ ഇങ്ങനെയുള്ള ഭക്ഷണശീലം കൊണ്ടാണെന്ന് സാബിക്കറിയാം. കാര്യമായ അസുഖങ്ങളുമൊന്നുമില്ല. കഞ്ഞിയും കൂട്ടാനും ആയപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. അപ്പോഴാണ് പുറത്തു നിന്നുള്ള ഇത്ത എന്നുള്ള വിളി കേട്ടത്. ആ വിളി കേട്ടപ്പോൾ തന്നെ സാബിക്ക് ആളെ മനസ്സിലായി. ഗീതയാണ്. ഗീത ഇവിടെയുള്ള ആശാവർക്കറാണ്. അവർക്ക് സാബിയുടെ അവസ്ഥ നന്നായിട്ടറിയാം. സാബി ഇതുവരെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എന്നും അറിയാം. 2-3 തവണ അവൾ നബീസുവിനോട് അക്കാര്യം സൂചിപ്പിച്ചതാണ്. കൊണ്ടുപോവാമെന്ന് അവർ ഏറ്റതുമാണ്. ഇത് വളരെ മോശമാണ് കേട്ടോ. 6 മാസമായിട്ടും ഇതുവരെ നല്ല ഹോസ്പിറ്റലിൽ പോയി നോക്കിയിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. സാബിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ വിഷമത്തോടെ ഗീതയെ നോക്കി. ഇത്ത, നിങ്ങൾ ഇത്രയ്ക്ക് പാവമാവരുത്. നിങ്ങളെ അമ്മായിമ്മയെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ എല്ലാം നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോൾ പേടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാണ് അവർക്ക്. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗീത. അങ്ങനെ പറഞ്ഞ് ഒയ്യരുത്. നിങ്ങളെ കണ്ടാൽ തന്നെ നല്ല ക്ഷീണമുണ്ട്. വേണമെങ്കിൽ കുറച്ച് വിറ്റാമിൻ ഗുളികകൾ ഞാൻ തരാം കേട്ടോ. പക്ഷേ അതൊന്നും പോരാ. നല്ലൊരു ഡോക്ടറെ കണ്ട് സ്കാനിങ് ഒക്കെ എടുത്ത് നോക്കണം. ഇനി നിങ്ങളെ അമ്മായിമ്മ വീട്ടിൽ പ്രസവിക്കണമെന്ന പ്ലാനിങ്ങിൽ എന്തെങ്കിലും ആണോ? അങ്ങനെയാണെങ്കിലേ അത് നേരത്തെ തന്നെ പറയണം കേട്ടോ. അവർക്ക് ഒരു പണി കൊടുക്കണം. ആർക്ക് പണി കൊടുക്കുന്ന കാര്യം നീ പറയുന്നത്? ഇവൾക്കാണോ? പിറകിൽ നിന്ന് നബീസുവിൻ്റെ ചോദ്യം കേട്ട് ഗീത ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. താൻ പറയുന്നതെല്ലാം അവൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു എന്ന പേടിയായിരുന്നു അവൾക്ക്. ഓള് അതിന് മാത്രം അത്രക്കൊന്നും പഠിച്ചിട്ടില്ല മോളെ. അത്രക്ക് മണ്ടൊന്നുമില്ല. വേണമെങ്കിൽ പഠിച്ച് ടീച്ചറായിക്കോട്ടെ എന്നൊക്കെ മോനോട് ഞാൻ പറഞ്ഞതാ. അതിനൊന്നും ബുദ്ധിയില്ലെന്ന് ഇവൾക്കില്ലെന്ന് ഓനാണ് എന്നോട് പറഞ്ഞത്. സാബി നട്ടലോടെ ഉമ്മയെ നോക്കി. എന്നാൽ ഗീതയ്ക്ക് നബീസുവിൻ്റെ സ്വഭാവം ശരിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഞാൻ നിങ്ങൾക്ക് പണി തരുന്ന കാര്യമാണ് പറഞ്ഞത്. നബീസുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഗീത പറഞ്ഞു. നബീസു അന്താളിപ്പോടെ അവനെ നോക്കി. നിങ്ങളെ മോൾക്കേ മരുമോക്കിപ്പോൾ 6 മാസമായി. ഇതുവരെ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നോടതായിരിക്കും സർക്കാർ വിശദീകരണം ചോദിക്കുക. അപ്പോൾ നീ വിശദീകരിച്ച് കൊടുത്തേക്കണം. ഇതൊക്കെ എന്നോട് തന്നെ പറയുന്നത്. ഞാൻ ശരിക്കും അങ്ങോട്ട് വിശദീകരിച്ച് കൊടുക്കും. നിങ്ങളോടൊരു 3 പ്രാവശ്യമെങ്കിലും ഞാൻ അങ്ങോട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ട് കൊടുത്താലേ
നിങ്ങളെയും ഗൾഫ് കിടക്കുന്ന നിങ്ങളെ മോനെയും ജയിലിലിടാൻ വകുപ്പുണ്ട്. അപ്പോൾ പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ നബീസത്ത. നിയമങ്ങളൊക്കെ അറിയാലോ. നിങ്ങളും കുറേ പ്രസവിച്ചതല്ലേ. ഇങ്ങനെയാണോ ഒരു ഗർഭിണിയെ നോക്കുന്നത്? ഞാൻ എന്തായാലും ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ എൻ്റെ ജോലിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകാൻ പാടില്ല. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് നബീസുവിന് തോന്നി. നീ വെറുതെ പേടിപ്പിക്കില്ല ഗീതേ. ഞാൻ നാളെ തന്നെ ഇവളെ കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ മോൻ എന്തായാലും അടുത്ത ആഴ്ച വരുന്നുണ്ട്. അപ്പോൾ കൊണ്ടുപോയി കാണിക്കാമെന്ന് കരുതി നിന്നതാണ്. സാബി നെട്ടലോടെ ഉമ്മയെ നോക്കി. ഇക്ക അടുത്ത ആഴ്ച വരുന്നത് തന്നോട് പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു അവളുടെ സങ്കടം. കാണിച്ചാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ ഗീത പോയി. സാബി വല്ലായ്മയോടെ നിന്നു. കേട്ടതൊന്നും വിശ്വസിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അല്ല, ഇജെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? സാബി നിറകണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ നബീസു ദേഷ്യത്തോടെ ചോദിച്ചു. ഇക്ക അടുത്ത ആഴ്ച വരുന്നുണ്ടല്ലേ? അതിന്? തിരിച്ചൊരു ചോദ്യമായിരുന്നു നബീസുവിൻ്റെ ഉത്തരം. അത് കേട്ടതും മുഖത്ത് അടിയേറ്റതുപോലെ സാബി നിന്നു. എന്നോട് ആരൊന്നും പറഞ്ഞില്ല. സങ്കടത്തോടെ അവൾ പറഞ്ഞു. എന്നോട് പറയാനുള്ളതാണെങ്കിലേ പറയും, പറഞ്ഞിട്ടില്ലെങ്കിൽ ഓനത് പറയാൻ വിചാരിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. പിന്നീട് സാബിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവൾ ഉമ്മാക്ക് കഞ്ഞിയും കൂട്ടാനും എടുത്തു കൊണ്ടുവന്നു. കഞ്ഞിയിൽ അല്പം കൂടി ഉപ്പിട്ടിളക്കിയതിന് ശേഷം നബീസു കഞ്ഞി കുടിക്കാൻ തുടങ്ങി. കഞ്ഞി കുടിച്ചു കഴിഞ്ഞ് നബീസു വീണ്ടും മകൾക്ക് ഫോൺ ചെയ്തു. എന്താണുമ്മ, എനിക്കിവിടെ ഇഷ്ടം പോലെ ജോലിയുണ്ട്. ഉമ്മ കുറച്ചു മുമ്പ് വിളിച്ച് വെച്ചതല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്താ? അതല്ല മോളെ, ഇവിടെ ചെറിയൊരു കുഴപ്പമുണ്ടായി. ആ ഗീത വന്നിരുന്നു. ഏത്? നമ്മുടെ ആശാ വർക്കറോ? അതെന്നെ, ആ കുരിപ്പന്നെ. സാബിറാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിലേ ഓള് കേസ് കൊടുക്കുന്ന ഓള് പറഞ്ഞത്. എന്നാൽ പിന്നെ കൊണ്ടുപോയിക്കോ. അല്ല, ഞാനൊന്ന് വന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പോവാന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇതുവരെ നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോയില്ലേ? ഓൾക്കൊരു കുഴപ്പമില്ല മോളെ, അതുകൊണ്ടാണ് കാണിക്കാതെ ഇരുന്നത്. കാണിച്ചാൽ ചിലപ്പോൾ ഡോക്ടർ റെസ്റ്റ് പറയും. പിന്നെ അവളില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ പണിയൊക്കെ ആരെടുക്കാനാ? ഈ ഉമ്മയുടെ ഒരു കാര്യം. സാബി മാത്രമാണോ നിങ്ങൾക്ക് മരുമക്കൾ? ഇനിയും വേറെ 2 കൂടി ഉണ്ടല്ലോ. ഓരോ ദിവസം ഓരോരുത്തരോടും വന്ന് ജോലി ചെയ്ത് തരാൻ പറയണം. അങ്ങനെയൊക്കെയല്ലേ നാട്ടു നടപ്പ്? ഓ പിന്നെ നടന്നു തന്നെ. 2 രാജാത്തിമാരാണ് എന്നല്ലേ വെപ്പ്. നിലത്ത് വീണ ഇല പോലും എടുത്ത് കളയണമെങ്കിൽ ഓൾക്ക് വേറെ ആളെ വേണം. എന്നിട്ടാണ് ഓര് എന്നെ സഹായിക്കാൻ വരുന്നത്. ആബിദക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. തൻ്റെ മൂത്ത 2 നാത്തൂമാരുടെയും സ്വഭാവം അവൾക്ക് നല്ലതുപോലെ അറിയാം. എല്ലാത്തിനും ഉഷാറാണെങ്കിലും ഉമ്മയുമായും അവർ 2 പേരും ഒത്തുപോവില്ല. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഉമ്മ 2ആളെയും മൂക്കുകൊണ്ട് ക്ഷാ വരപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ ഒന്നിനും കിട്ടുമെന്ന് തോന്നുന്നില്ല. തൽക്കാലം വീട്ടുജോലിയൊക്കെ ചെയ്യാൻ ഉമ്മാക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ. പിന്നെന്താ, ഉമ്മാക്കത് ചെയ്തൂടെ? ഈ അങ്ങനെ തന്നെ പറയണം. എനിക്ക് മേലെ എനിക്ക് പണി ചെയ്യാൻ പറ്റൂല എന്ന് എനിക്കറിയില്ലേ. ഇളകിയ അപ്പൻ്റെ ഊര കൊളുത്തി പിടിക്കും. ഈ ആൾ കൊള്ളാലോ. കുറച്ചൊക്കെ പണിയെടുക്കണം ഉമ്മ, ഇല്ലെങ്കിൽ തടി കൂടി സുഖമില്ലാതാവും. ആയിക്കോട്ടെ. വലിയ താല്പര്യമില്ലാത്തതുപോലെ നബീസ് ഒന്ന് മൂളി. അപ്പോൾ 2-3 അച്ചാർ പൊടി പാക്കറ്റും 4-5 സുർക്ക കുപ്പിയും വാങ്ങിക്കോ. ഇവിടെ കുറേ പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇക്കാക്ക് അച്ചാർ നല്ല ഇഷ്ടമല്ലേ? ഞാനിട്ടാൽ ശരിയാവില്ല. ഞാൻ മാങ്ങേ അങ്ങോട്ട് കൊടുത്തേക്കാം. അതൊക്കെ നല്ലതുപോലെ എണ്ണയിൽ വാട്ടി നല്ല അച്ചാറിട്ട് വെച്ചാൽ മതി. സുർക്കയുടെയും അച്ചാർ പൊടിയും പൈസ ഞാൻ തരാട്ടോ. അതൊക്കെ സാബിയെ ഏൽപ്പിച്ചാൽ മതി. ഉമ്മ പറഞ്ഞാൽ അവൾ ചെയ്യും. നബീസുവിന് ഇതിൽ പരം ഒരു സന്തോഷമില്ല. മരുമകൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്. റാഫിക്ക് അച്ചാർ വലിയ ഇഷ്ടമാണ്. മാങ്ങ അച്ചാറാണെങ്കിൽ പറയും വേണ്ട. അവൻ 6 മാസത്തേക്കാണ് ലീവിന് വരുന്നത്. അവന് സൗദിയിൽ സ്വന്തം ബിസിനസ്സുകളാണ്. ആ 6 മാസം ഉപയോഗിക്കാൻ മിനിമം 10-15 അച്ചാർ കുപ്പിയെങ്കിലും അവന് വേണം. ബാക്കിയുണ്ടെങ്കിൽ അവൻ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ അവളെ കൊണ്ടുപോവാല്ലേ? അതെ, വേഗം കൊണ്ടുപോയി കാണിക്കുമ്മ. ഇക്ക വരുമ്പോൾ ചിലപ്പോൾ അതൊക്കെ സാബിയോട് ചോദിക്കും. അങ്ങേർക്ക് സാബിയെ നല്ല കാര്യമാണ്. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ വെറുതെ ചീത്ത കേൾപ്പിക്കണ്ട. എന്നാൽ പിന്നെ കൊണ്ടുപോവാം. ഫോൺ വെച്ച് കഴിഞ്ഞ് നബീസു സാബിയുടെ അടുത്തേക്ക് പോയി. അവൾ എല്ലാവരും കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കുകയാണ്. സാബി, നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് ഇന്ന് വൈകുന്നേരം തന്നെ പോകണം. ഞാൻ ഓട്ടോറിക്ഷ പറയാം. 5 മണിയാകുമ്പോഴത്തേന് റെഡിയായി നിന്നോട്ടോ. സാബി പതിയെ തലയാട്ടി. അതും പറഞ്ഞ് നബീസ് പോയപ്പോൾ സാബി ധൃതിയിൽ ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകി വെച്ചു. ഇനിയും അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. ചോറും കറികളും ഉണ്ടാക്കണം. പിന്നെ അകം അടിച്ചു വാരി തുടക്കണം. എല്ലാവരുടെയും വസ്ത്രങ്ങൾ കഴുകിയിടണം.
വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കേണ്ട എന്നാണ് നബീസുവിൻ്റെ ഓർഡർ. അതിൽ അലക്കിയാൽ വസ്ത്രങ്ങൾ പെട്ടെന്ന് കേടുവരും എന്നാണ് അവരുടെ നയം. സാബിക്ക് ഇടയ്ക്കിടയ്ക്ക് വയർ കൊളുത്തി പിടിക്കുന്നുണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ വയറൽപ്പം കുറവാണ്. പിന്നെ ഗർഭത്തിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും കുനിഞ്ഞു നിന്ന് ജോലി ചെയ്യുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. ചില മണം അവൾക്ക് പറ്റില്ല. അപ്പോഴൊക്കെ നല്ല തലവേദനയാണ്. ചിലപ്പോൾ ഛർദ്ദിക്കാനും വരും. ഓരോന്ന് ആലോചിച്ചു കൊണ്ട് അവൾ ഒരു യന്ത്രത്തെ പോലെ പണിയെടുത്തു. അതിൻ്റെ ഇടയിൽ അവൾ ഉപ്പയെ കുളിപ്പിച്ച് വേറെ വസ്ത്രം ധരിപ്പിച്ചു. പിന്നെ ഭക്ഷണവും കൊടുത്തു. അതിനുശേഷമാണ് അവൾ അല്പം കഞ്ഞി കുടിച്ചത്. അപ്പോഴേക്കും ചോറ് തിന്നാനുള്ള സമയമായിരുന്നു. ചോറ് ഉമ്മക്ക് എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണം റെഡിയാണെങ്കിൽ ഉമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തു കഴിക്കും. അവൾ വേഗം വീടിൻ്റെ അകം അടിച്ചു തുടച്ച് വൃത്തിയാക്കി. കുനിഞ്ഞിരുന്ന് നിലം തുടക്കുമ്പോൾ അവൾക്ക് നല്ല അസ്വസ്ഥത ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ആ പണി അവൾ തീർത്തു. പിന്നെ എല്ലാവരുടെയും വസ്ത്രങ്ങൾ അലക്കിയിട്ടു. ഒടുവിൽ അവളുടെ കുളിയും കഴിഞ്ഞ് വരുമ്പോൾ സമയം 4 മണി. വീണ്ടും ഭക്ഷണം കഴിക്കാൻ അവൾക്ക് ഒട്ടും വിശപ്പില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ അവൾ മക്കൾക്കും ഭക്ഷണം കൊടുത്തു. അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം റൂമിൽ കിടന്ന് നല്ല ഉറക്കമാണ്. അതൊരു കണക്കിന് നന്നായി എന്ന് സാബിക്ക് തോന്നി. അവൾ കുറച്ച് ചോറെടുത്ത് കഴിച്ചു. ഉമ്മയുടെയും മക്കളുടെയും പാത്രങ്ങൾ മക്കൾ തന്നെ കഴുകി വെച്ചിട്ടുണ്ട്. ഉമ്മക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിലും കഴിച്ച പാത്രങ്ങൾ പോലും ഉമ്മ കഴുകി വെക്കുന്ന ശീലമില്ല. സാബി ആ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അങ്ങനെയാണ്. ഇന്ന് വരെ ഉമ്മ പാത്രം കഴുകുന്നത് അവൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ നിർബന്ധിക്കാനും പോയിട്ടില്ല. മക്കൾ കഴുകി വെച്ചത് അവൾ എടുത്തു നോക്കി. ശരിക്കും വൃത്തിയായിട്ടില്ല എന്ന് കഴുകി അവൾ ഒരിക്കൽ കൂടി അത് കഴുകി വെച്ചു. അടുത്ത തവണ ഉമ്മാക്കാണ് ആ പാത്രങ്ങൾ കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ വഴക്ക് പറയും. അത് പേടിച്ച് നല്ലതുപോലെ വൃത്തിയായി അവൾ കഴുകി. അപ്പോഴേക്കും സമയം 4:30 കഴിഞ്ഞു. ഉമ്മാക്ക് ചായ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് അപ്പോഴാണ് അവൾ ഓർക്കുന്നത്. 5 മണിക്ക് മുമ്പായി ഉമ്മ ചായ കുടിക്കും. സാബി വേഗം ചായക്കുള്ള വെള്ളം വെച്ചു. പിന്നെ ബെഡ്റൂമിൽ പോയി വസ്ത്രം മാറി വന്നു. അപ്പോഴേക്കും ചായക്കുള്ള വെള്ളം നന്നായി തിളച്ചു. ചായ റെഡി ആയപ്പോഴേക്കും നബീസു അടുക്കളയിലേക്ക് വന്നു. ചായ നല്ലതുപോലെ ആറ്റിയാണ് അവൾ ഉമ്മാക്ക് കൊടുത്തത്. മക്കൾക്ക് 2 പേർക്കുമുള്ള ചായ അവർ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചു. പിന്നെ വേഗം ബെഡ്റൂമിലേക്ക് ചെന്ന് സനമോളെ വിളിച്ചു നിർത്തി കാര്യം പറഞ്ഞു. മക്കൾ ആരും തൻ്റെ കൂടെ വരണമെന്ന് വാശി പിടിക്കില്ല. അവൾക്ക് നന്നായി അറിയാം, ഉമ്മാമയില്ലാതെ കിട്ടുന്ന സമയം അവർക്ക് സ്വർഗത്തിലെത്തിയതുപോലെയാണ്. അപ്പോഴാണ് അവർക്ക് സന്തോഷത്തോടെ ആ വീട്ടിലിരിക്കാൻ കഴിയുന്നത് തന്നെ. ഉമ്മാമ എവിടെയെങ്കിലും പോയാൽ അവർ നേരെ ഉപ്പാപ്പയുടെ അടുത്ത് ചെല്ലും. അയാൾ അവർക്ക് നബീസു കാണാതെ ഒളിപ്പിച്ചു വെച്ച മിഠായികൾ കൊടുക്കുന്നത് അപ്പോഴാണ്. ചിലപ്പോഴൊക്കെ ആരെങ്കിലും കൊടുത്ത പൈസയും കൊടുക്കും. അത് മക്കൾ ആരെയും കാണിക്കാതെ സാബിയെ ഏൽപ്പിക്കും. വല്ലപ്പോഴും കിട്ടുന്ന ചുളിഞ്ഞ നോട്ടുകളാണ് സാബിക്ക് കിട്ടുന്ന ആകെയുള്ള വരുമാനം. കൃത്യം 5 മണിക്ക് തന്നെ ഓട്ടോ വന്നു. സാബി പണ്ടു മുതലേ അവൾ കാണിച്ച ഡോക്ടറിൻ്റെ മുഴുവൻ രേഖകളും ഒരു ഫയലിലാക്കി സൂക്ഷിച്ചിരുന്നത് കൊണ്ട് അവൾ അത് കയ്യിലെടുത്തു. അതുകൊണ്ടാണ് അവൾ ഡോക്ടറെ കാണാൻ പോയത്. ഡോക്ടറുടെ അടുത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് തന്നെ 1/2 മണിക്കൂറോളം കഴിഞ്ഞാണ് അവരുടെ നമ്പർ എത്തിയത്. തൻ്റെ മുന്നിലിരിക്കുന്ന ഗർഭിണിയെയും കൂടെ വന്ന സ്ത്രീയെയും ലിസി ഡോക്ടർ തറപ്പിച്ചു നോക്കി. ഈ 6 മാസം വരെ നിങ്ങൾ ഒരു ഡോക്ടറെയും കാണിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? സാബിയുടെ തല താഴ്ന്നു. ഡോക്ടറുടെ ചോദ്യത്തിന് നബീസുമാണ് ഉത്തരം പറഞ്ഞത്. അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടറെ, അതുകൊണ്ടാ കൊണ്ടുവരാതിരുന്നത്. ആ, എനിക്കൊന്ന് പരിശോധിക്കണം. ഉമ്മ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നിൽക്ക്. ഡോക്ടറുടെ ഗൗരവപൂർണമായ സ്വരം കേട്ട് നബീസു പുറത്തേക്കിറങ്ങി. മോള് ആ കട്ടിലേക്ക് കിടക്ക്. നബീസു പോയപ്പോൾ ലിസി ഡോക്ടറുടെ സ്വരം സൗമ്യമായി. സാബി വേഗം കട്ടിലിൽ കിടന്നു. ഡോക്ടർ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷം അവളെ നോക്കി. പിന്നെ പരിശോധനയിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വളർച്ചയുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ടാബ്ലറ്റുകൾ എഴുതി തരാം. പിന്നെ അടുത്ത തവണ വരുമ്പോൾ സ്കാനിങ് എടുത്ത് വരണം. നാളെയോ മറ്റന്നാളോ എടുത്ത് വന്നാലും കുഴപ്പമില്ല. ഇന്നിനി എടുത്ത് കാണിക്കാൻ സമയം ഉണ്ടാവില്ല. അതൊന്ന് ഉമ്മയോട് പറയൂ ഡോക്ടറെ. ഞാൻ പറഞ്ഞാൽ ഉമ്മ കേൾക്കില്ല. കാര്യം മനസ്സിലായതുപോലെ ഡോക്ടർ തല കുലുക്കി. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നബീസു അകത്തേക്ക് വന്നു. ഉമ്മ, മരുമോളെ സ്കാനിങ് എടുക്കണം കേട്ടോ. എങ്കിലേ കുഞ്ഞിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇന്ന് തന്നെ എടുത്ത് നാളെ വൈകിട്ട് റിസൾട്ട് കൊണ്ടുവന്ന് കാണിക്കണം. ഞാൻ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ് എഴുതി തരാം, അതും കുടിക്കണം. നബീസു പതിയെ തലയാട്ടി. ലിസി എല്ലാം നോട്ട് ചെയ്തു വെച്ചു. എന്നിട്ട് അത് നബീസുവിനെ ഏൽപ്പിച്ചു. ഡോക്ടറുടെ ഫീസ് കൊടുത്ത് 2 പേരും പുറത്തേക്കിറങ്ങി. ഉടനെ തന്നെ നബീസു തനിച്ച് ഡോക്ടറെ ക്യാബിനിലേക്ക് കയറി.
എന്താ ഉമ്മ? അതെ, കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് ഉണ്ടോ? അതിനൊന്ന് എഴുതി തരുമോ? അത് ചോദിച്ചത് മാത്രമേ നബീസിന് ഓർമ്മയുള്ളൂ. ഡോക്ടറുടെ മുഖം ചുവന്ന് തുടുക്കുന്നത് അവർ കണ്ടു. ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം നടത്തുന്നത് ക്രിമിനൽ കുറ്റാണ്. അത് നിങ്ങൾക്കറിയില്ലേ? പോലീസ് അറിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കും. അത് വേണോ ഉമ്മ? ഡോക്ടറുടെ ചോദ്യം കേട്ട് നബീസ് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. ഈ തള്ള കൊള്ളാലോ എന്ന് ഡോക്ടർ ഓർത്തു. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.